അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രതിനിധി സഭയിൽ അന്തിമ വോട്ടെടുപ്പ് പാസായതോടെ നിയമമാകാൻ പോകുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ്. ഒട്ടനവധി തർക്കങ്ങൾക്ക് ഒടുവിലാണ് ബിൽ നിയമമാകാൻ പോകുന്നത്. ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഭിന്നസ്വരങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏകദേശം 900 പേജുള്ള നിയമനിർമ്മാണത്തിൽ നികുതി ഇളവുകൾ, ചെലവ് ചുരുക്കൽ, മറ്റ് റിപ്പബ്ലിക്കൻ മുൻഗണനകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റിപ്പബ്ലിക്കന്മാർ വ്യാഴാഴ്ച ബിൽ കോൺഗ്രസിൽ അവതരിപ്പിച്ചതിന് ശേഷം സെനറ്റ് ബിൽ പാസാക്കി. വൈസ് പ്രസിഡന്റ് JD വാൻസ് സമനിലയിൽ വോട്ട് രേഖപ്പെടുത്തി ബില്ലിന്റെ അന്തിമ പതിപ്പ് പാസാക്കി. ഏകദേശം $4.5 ട്രില്യൺ നികുതി ഇളവുകൾ ഉൾക്കൊള്ളുന്നതിനാൽ ബിൽ നിർണായകമാണ്. $2000 ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് $2200 ഉയർത്തും. ടിപ്പ്, ഓവർടൈം, ഓട്ടോ ലോണുകൾ എന്നിവയിൽ താൽക്കാലികമായി നികുതി കിഴിവുകൾ ചേർക്കും. മറ്റൊരു പ്രധാന നയം ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനു കീഴിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർ, വീടുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ, പ്രാദേശിക കമ്പനികളിലെ മലിനീകരണവും ഹരിതഗൃഹവാതക ബഹിർഗമനവും കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് ലാഭേച്ഛയില്ലാതെ സംഘടനകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയായ ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ ഫണ്ടും നിയമനിർമ്മാണം നിർത്തലാക്കുന്നു. അതിർത്തിയിലെ അടിച്ചമർത്തലിനും പ്രതിരോധത്തിനുമായി കോടിക്കണക്കിന് ഡോളർ, കുടിയേറ്റത്തിനും ദേശീയ സുരക്ഷാ ശ്രമങ്ങൾക്കുമായി ഏകദേശം $350 ബില്യൺ ബിൽ നീക്കിവെക്കുന്നത്. ബില്ലിന് കീഴിൽ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിനായി നീക്കിവച്ചിരിക്കുന്ന $25 ബില്യൺ കപ്പൽ നിർമ്മാണത്തിനും യുദ്ധോപകരണങ്ങൾക്കുമായി പെന്റഗണിന് കോടിക്കണക്കിന് കൂടുതൽ ലഭിക്കും. മറ്റൊരു $1 ബില്യൺ പ്രത്യേകം നൽകും. മെഡിക്കെയ്ഡ് നിയന്ത്രണങ്ങൾ അവസാന മണിക്കൂറുകളിൽ ബില്ലിൽ ചേർത്ത വ്യവസ്ഥയാണ്. ഗ്രാമീണ ആശുപത്രികൾക്ക് 5 വർഷത്തേക്ക് പ്രതിവർഷം $10 ബില്യൺ നൽകും. കുടുംബാസൂത്രണ ദാതാക്കൾക്ക്, അതായത് പ്ലാൻ പാരന്റ്ഹുഡിന് 1 വർഷത്തെ മെഡിക്കെയ്ഡ് പേയ്മെന്റുകൾ ഒരു വ്യവസ്ഥ തടയുന്നുണ്ട്. ആരോഗ്യമുള്ള ചില മുതിർന്നവർക്ക് ജോലി ആവശ്യകതകൾക്ക് കൂടുതൽ തവണ യോഗ്യതാ പരിശോധനകളും ബിൽ ചുമത്തുന്നുണ്ട്. ബിൽ പാസായതിനെ തുടർന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് സോഷ്യൽ മീഡിയയിൽ ഒറ്റവാക്കിൽ വിജയം എന്നാണ് പ്രതികരിച്ചത്. വേൾഡ് ന്യൂസ്, കേരള പ്രണാമം.